ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസീമ ജെനീഷ് വ്ളോഗ്. ഇന്ന് ഞാനൊരു കക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നാടൻ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കക്ക കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കക്ക കറി വെക്കുന്നതെന്ന് കാണാം. ഞാനപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒരു കപ്പോളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മൺചട്ടിയിലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു വലിയ തക്കാളി, അത്യാവശ്യം നല്ല വലിപ്പമുള്ള തക്കാളിയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ കൂടുതൽ കക്ക കറി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളകും പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ അളവ് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. ഞാൻ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലേക്ക് കക്കയുടെ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കക്ക തിളപ്പിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന വെള്ളമല്ലേ, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഞാനത് ഇവിടെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കക്കയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ഞാൻ നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ കക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ അതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു തേങ്ങയുടെ പകുതി, ഒരു മുറി തേങ്ങ, പിന്നെ ചുവന്നുള്ളി ഇട്ടിട്ട് അരച്ചിട്ടുള്ളത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ കക്ക അതിൽ കിടന്നിട്ട് വെന്തതിന് ശേഷമാണ് ഞാൻ തേങ്ങയുടെ അരപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അവ എല്ലാതും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് പതിച്ച് വരുന്ന ആ ഒരു സമയം വരെ മാത്രം നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് താളിച്ചൊഴിക്കാനായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നമ്മൾ കക്ക കറി തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വല്ല കൂട്ടുകാരും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ആ ബെല്ലൈക്കണം കൂടിയിട്ട് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ നമ്മുടെ മറ്റേ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇനി ചീഞ്ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുന്നതിലേക്ക് കടുക് ഞാൻ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു പിടിയോളം കറിവേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനത് നമ്മളെ കക്ക കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് താങ്ക്സ്.